വീണ ജോർജിനെതിരെയുള്ള ആക്രമണത്തെ ശക്തിയായി ഞാൻ അപലപിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ഭംഗിയായി നിർവഹിച്ച് പോകുന്നൊരു കാലമാണിത്. ഓരോ വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ ആ വകുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ശക്തമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ശക്തമായ നടപടികൾ ആരോഗ്യരംഗത്ത് ഉയർന്നു വന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി ആക്ഷേപിക്കുന്നതിനും അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന സമയത്ത് കരിങ്കൊടി കാണിക്കുന്ന തരത്തിലുള്ള സമരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ തെരുവിലിട്ട് ആക്രമിക്കുന്നത്. ഒരു മന്ത്രിയെ തെരുവിലിട്ട് ആക്രമിക്കുക മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ കൊടുക്കേണ്ട പരിഗണന പോലും കൊടുക്കാതെ അഹങ്കാരവും ധാർഷ്ട്യവും ഗുണ്ടായിസവും നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കാൻ അവർ നടത്തിയ ശ്രമം അങ്ങേയറ്റ ഹീനമാണ്. പക്ഷേ ഈ വീഡിയോ അങ്ങേയറ്റം അപലപനീയമാണ്. ഇതൊരു ചട്ടമ്പിത്തരമാണ്. ഇത് ഒരു കാരണവശാലും കേരളീയ സമൂഹം അംഗീകരിക്കില്ല. ഇത് പ്രതിപക്ഷ നേതാവിൻ്റെ കൃത്യമായ അറിവോടും KPCC പ്രസിഡന്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടും കൂടി ഉണ്ടാക്കിയ ഒരു അജണ്ടയാണ് സംഘർഷപൂരിതമായ കേരളത്തെ രൂപപ്പെടുത്തുക. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള കുതന്ത്രങ്ങളിൽ മറ്റൊരു കുതന്ത്രം ഈ കേരളത്തിൽ അവർ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. അതിനുവേണ്ടി അവർ ആവിഷ്കരിച്ച ഒരു തന്ത്രം മാത്രമാണ്. ഒരു കാരണവശാലും കേരളീയ സമൂഹം അംഗീകരിക്കത്തില്ല. ശക്തമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉയർന്നു വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. പ്രതിപക്ഷം പറയുന്നത് ഇതാണ് കുതന്ത്രം എന്നാണ്. വീഡിയോയിൽ എങ്ങും ഒരു അക്രമം കാണുന്നില്ല, നാടകമാണെന്നാണ് ആരോപിക്കുന്നത്. അതൊക്കെ എന്തായാലും വീഡിയോയിൽ കാണുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അവരുടെ ആക്രമിക്കുന്ന സീൻ നിങ്ങൾ മൊത്തം കണ്ടോ? ആ മൊത്തം സീൻ എടുത്ത് നോക്ക്. അവരുടെ പെടലിട്ട് അടിക്കുന്നതും അവരുടെ ദേഹത്തിന് അടിക്കുന്നതും വീഡിയോ കണ്ടില്ല നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ വീഡിയോ കണ്ടു കാണത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമങ്ങളുടെ വീഡിയോ കാണും. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഒരു മന്ത്രിയെ ആക്രമിച്ചെന്നതിന് കള്ളം പറയേണ്ട കാര്യം. മന്ത്രിയെ ആക്രമിച്ചെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നേരിട്ടെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയല്ലേ. ആക്രമണത്തിൻ്റെ ഗ്രാവിറ്റി എന്തുകൊണ്ടെന്നല്ല, ഏതും ആയിക്കോട്ടെ, അവർക്ക് ഒരു പരുക്ക് പറ്റിയെന്ന് വിചാരിക്കുക, ആക്രമിക്കാവും. പരുക്ക് പറ്റിയില്ലെന്നിരിക്കട്ടെ, പക്ഷെ ആക്രമിക്കാവും. അവരൊരു സ്ത്രീ എന്ന നിലയിൽ അവരോട് പ്രതിഷേധമുണ്ടെങ്കിൽ ആ പ്രതിഷേധം ജനാധിപത്യപരമായി കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ ജനാധിപത്യപരമായി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കട്ടെ, അവർ വരുന്ന വഴി കരിങ്കൊടി കാണിക്കട്ടെ. പക്ഷേ അവരുടെ മേൽ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ആ ആക്രമണത്തെയാണ് ഞാൻ ആലോചിച്ചത്. അത് ചെറുതോ വലുതോ എന്നുള്ളത് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം, അത് തന്ത്രമാണ് എന്ന് അവർ പറഞ്ഞാൽ ആ തന്ത്രമല്ല, ഇത് വസ്തുതയാണ് ഞാനീ പറയുന്നത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ കേരളത്തിൽ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ആത്മസംയമനം പാലിച്ചതുകൊണ്ടാണ് കേരളത്തിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഇതുപോലെ വണ്ടിയുടെ മുമ്പിൽ വന്ന് നേരെ ചാടി വീഴുക, വണ്ടി ഇടിച്ച് താഴെയിട്ട് അപകടം സംഭവിച്ചാൽ ആക്രമണം നടത്തുക. മന്ത്രിമാരെല്ലാം കൂടെ പോകുന്ന സമയത്ത് ആക്രമണം തീർന്നു കൊടുത്തില്ലേ? എത്ര സ്ഥലത്ത് ആ പ്രശ്നം ഉണ്ടാക്കി. ഞങ്ങൾ പിന്നെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ജാഥയിൽ എവിടെയും പോയോ? നാളെ ഈ ചെങ്ങന്നൂർ വരുന്നുണ്ട്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങളൊരാളിനെയും ആക്രമിക്കാനോ അവരുടെ ജാഥ ഹൈജാക്ക് ചെയ്യാൻ ഞങ്ങൾ പോകുന്നില്ല. അത് ചെയ്യാനും പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഗവൺമെൻറ്റോ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഒരു കാരണവശാലും അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. പ്രതിരോധിക്കേണ്ട രീതി എന്താണെന്നുള്ളതൊക്കെ പാർട്ടി ആലോചിക്കും, ഗവൺമെൻറ് ആലോചിക്കും. അതിനൊക്കെ നിയമപരമായ നടപടികളാണല്ലോ കേരളത്തിൽ എടുക്കേണ്ടത്. ഞങ്ങൾ അക്രമത്തിൻ്റെ പാതയിലൂടെ പോകാൻ ഉദ്ദേശിക്കുന്നവരല്ല. അക്രമം ഒന്നിനൊരു പരിഹാരവുമല്ല. അങ്ങനെയൊന്നും ഈ കേരളത്തിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടാക്കി അതിനൂടെ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും നടത്തുന്ന ഗുണ്ടായിസം ഒരു സെറ്റ് ക്രിമിനൽസിനെ ഇറക്കി കേരളത്തിൽ നടപ്പാക്കുന്നു. എല്ലാ മന്ത്രിമാർക്കും എതിരായിട്ട് ഈ ആക്രമണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായിട്ട് നേരത്തെ തുടങ്ങി. അത് അവസാനം ഇപ്പോൾ വീണ ജോർജിൽ എത്തിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ KB ഗണേഷ് കുമാറിൻ്റെ ആക്രമണം പോയില്ലേ? എനിക്കെതിരെ എത്രയിടത്ത് പ്രയാസം ഉണ്ടാക്കി. ഞങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങൾ മന്ത്രി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു KSRTC ബസ് ഇടിച്ചാൽ KB ഗണേഷ് കുമാറിന് ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടോ? ഓരോ വകുപ്പിനും ഓരോ ഇഷ്യൂസ് വരും. നമ്മളതെങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള വിഷയം. ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ശരിയായ രൂപത്തിൽ ഡീൽ ചെയ്തു.
പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിൽ കൃത്യമായ തരത്തിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിമാരുടെ ഒരാളാണ് വീണ ജോർജ്, ഒരു സംശയം കാര്യത്തിലില്ല.